കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി അന്തിക്കൂടം കമത്തി ഇളങ്കള്ളു കുടിക്കുമ്പോ പഴയ കഥ പറയടി കോയില് അയ്യവന് കുറഞ്ഞ എങ്ങനെ അടുത്തോണ്ടിരുന്നേ വയ്യ അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞപ്പോഴാ മറ്റേ നമ്മുടെ മണിയനില്ലയോ പാമ്പ് കടിച്ച് ഏതാളിയാ മണിയിൽ നേരെ പാമ്പ് കടിച്ചത് മുറ്റത്ത് ആവണിപ്പന്തൽ മേലാപ്പു പോലെ അണിയാരത്തമ്പിളിപ്പന്തൽ. പന്തലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞങ്ങളുടെ കല്യാണത്തിന് നിങ്ങളുടെ വീട്ടിലൊരു പന്തലുണ്ട്, ഓർമ്മയുണ്ടോ? മറ്റേ ഷാമിയാന പന്തല്, അതിനകത്ത് മറ്റേ നടുക്ക് പൂവൊക്കെ വെച്ചിട്ട് പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ. ആ തായോടെ കാര്യം പറഞ്ഞപ്പോഴാ എടി ഭാനുമതി, എടി മിച്ചറ് തായോ പെങ്ങളെ കൊണ്ടുപോവാ നീ. ഓഹോ ചന്ദനപ്പള്ളി, കൈപ്പത്തൂര്, ഓമല്ലൂര്, പത്തനംതിട്ട, കോന്നിപ്പോയി. ഒന്ന് നിർത്തുവോ? കുറെ നേരമായല്ലോ 3 പേരും കൂടെ. എന്തോ പറയുന്നതെന്ന് പോലും 3 ബോധമില്ല. അതെ ചേട്ടത്തിമാർ നിങ്ങളെ നോക്കി നിൽക്കുവല്ലേ, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. പിന്നെ തുമാരാകെപ്പോഴും ഞായറാഴ്ച അങ്ങോട്ട് വരുന്നത്, അവൾ മറ കഴിയുന്നു. ഇനിയിപ്പോൾ തിരിച്ച് വീണ്ടും തുമാരാർക്ക് നിങ്ങൾ ഒരു വൈകിട്ട് പോയാൽ മതി. അതെ ഇവിടെ എല്ലാം സെറ്റാ. അച്ഛനും അമ്മാവന്മാരും എല്ലാം ഇപ്പോൾ ഓഫാവും. പാട്ടൊക്കെ എനിക്ക് മേളിൽ കേൾക്കാം. അടിച്ച് ഫിറ്റാ. അമ്മ ഇപ്പം മിക്കവാറും ഉറങ്ങാൻ കയറും. പന്തം നമ്മുടെ കോർട്ടിലാണ്. നീ ഇപ്പം എവിടാ? ഞാൻ നിന്റെ വീടിൻ്റെ ഫ്രണ്ടിലെ പുല്ലിൻ്റെ സൈഡിൽ ഒളിച്ചിരിപ്പുണ്ട്. ഓക്കെ 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 അവിടെ തന്നെ നിന്നോ. ഞാനേ ഇപ്പം തൽക്കാലം താഴോട്ട് ചെന്നിട്ട് സിറ്റുവേഷൻ എല്ലാം നോക്കിയിട്ട് അതനുസരിച്ച് സിഗ്നൽ തരാം. അതനുസരിച്ച് നീ മൂവ് ചെയ്താൽ മതി. പിന്നെ വേറൊരു കാര്യം, ഞാൻ നടന്നാ വന്നത്. നിൻ്റെ അച്ഛനും അമ്മാവന്മാർക്കും ബോധം വീഴുന്നതിന് മുമ്പ് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണം. പോവണ്ടെന്ന് പറയരുത് എന്നോട്, ഞാൻ പോകും. ഓ ആദ്യം നീ ഇങ്ങോട്ടൊന്ന് കയറ്, എന്നിട്ട് തീരുമാനിക്കാൻ പോകുന്ന കാര്യം. ഒരു കാര്യം ചെയ്യും, നൈസായിട്ട് നീ വീടിൻ്റെ നേരെ മെല്ലെ മെല്ലെ നീങ്ങിക്കോ. ഞാൻ അങ്ങോട്ട് വരാം. അളിയാ, ഞാൻ മറ്റേ പറഞ്ഞില്ല, നമ്മുടെ ബൈപ്പാസിൽ 50 സെൻറ്റ് സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് വാങ്ങിക്കണ്ടായോ? 50 സെൻറ്റ് നോക്കിക്കളെ, നമുക്ക് വൈകിട്ട് തന്നെ പോവാം. എന്താ ടോക്കൺ എടുക്കണ്ടേ? ടോക്കൺ എടുക്കാൻ എന്തുവാ, അടൂർ ഗവൺമെൻറ് ആശുപത്രി കയറി കഴിഞ്ഞാൽ 3-4 ടോക്കൺ എടുത്തുണ്ടായോ? അയ്യേ ശുദ്ധഹാസ്യം മരിച്ചിട്ടില്ല. ഹൃദയത്തിൽ മരിച്ചോ? കമലഹാസൻ എങ്ങനെ സഹിക്കുന്നുണ്ട് ഉലക നായകന്? ഒന്ന് നിർത്ത്, തല പെരുക്കുക. 3 കൂടെ കുടിക്കുന്നതൊക്കെ കൊള്ളാം. വാള് വെക്കുവാണെങ്കിൽ അളിയന്മാർ 3 പേരും കൂടെ ഇവിടെ എല്ലാം തുടക്കുകയോ തൂക്കുകയോ ചെയ്തോണം. എനിക്ക് വയ്യ, ഞാൻ പോയി കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. ഉച്ചയ്ക്കൊന്ന് കിടന്നില്ലെങ്കിൽ നീ കിടന്നു. നീ പൊക്കോടി. നീ പാലയിലേക്കോ പൂഞ്ഞാറ്റിലേക്കോ നല്ല ഫങ് 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 വെടിപ്പോട്ട് പിടിയാക്കാൻ അറിയണ്ട. ആൾക്കാരെ അറിയാം. വെക്കട്ടല്ലേ എന്തല്ലേ? അല്ല അത് തീർന്നാളെ അടുത്ത ഒഴിക്കണം. അടുത്ത ഒഴിക്കാം. വാറ്റ് പൊട്ടിക്കട്ടെ തന്നെ. വാറ്റ് കാടൻ വാറ്റുണ്ട്. എവിടാ എവിടാ ചേട്ടാ നിങ്ങൾ? ഈ സൈഡിലൊന്നും ഒരു വണ്ടി പോലും കിടപ്പില്ല. നിങ്ങൾ എവിടെ പോയി കിടക്കുവാന്ന്? എടി ഇവിടെ ഇവിടെ അവിടെ ഇങ്ങനെ പോയി നിൽക്കുന്നേ. ഞാൻ അങ്ങോട്ട് എങ്ങനെ വരും? നിന്റെ വീട്ടിൽ എല്ലാവരും ഇല്ലയോ? അമ്മ ഉറങ്ങാൻ പോയി. അമ്മാവന്മാരെല്ലാം അടിച്ച് പൂസ. അതുകൊണ്ട് കുഴപ്പമില്ല, കയറി വാ. നീ അകത്തൊന്നുകൂടെ കയറി നോക്ക്. കുഴപ്പമില്ല, കയറി വരാൻ. നീ ഇവിടെ നിൽക്കാതെ അകത്ത് പോയി റൂട്ട് ക്ലിയർ ചെയ്യേ, എന്നിട്ട് പറ. സീനില്ല. അവരെന്നല്ല അടിച്ചു പൂസായിട്ടിരിക്കുക. സീനില്ല. കയറി വന്നോ, സമയം കളയല്ലേ. ദീപത്തെ ഓർത്ത് അവര് വരുന്നത്. കയറി വാ ഒന്ന്. ഞാൻ കയറുവാണേ. ഹലോ, അകത്ത് റേഞ്ചിലായിരുന്നു, അതാ കിട്ടാൻ. പുറത്ത് തന്നെ റേഞ്ച് ഉണ്ട്. എന്നാ ശരി, പിന്നെ വിളിക്കാം. ഒരുമാതിരി തെണ്ടിത്തരം കാണിക്കുന്നു കേട്ടോടി. എന്തുവാ? നിന്റെ നടുക്കത്തെ അമ്മാവനാന്ന് തോന്നുന്നു. അവിടെ വന്ന് നിൽക്കുന്നു. നടുവത്തമ്മാവൻ വെളി വന്നിരിക്കുന്നു. അമ്മാവൻ തന്നെ ഇവിടെ. ഇതെവിടെ പോയി? അയ്യോ, അളിയൻ്റെ വീടാ. നല്ല ടീമിനെ നോക്കാൻ പറ്റാ. നല്ലപോലെ നോക്ക് പെണ്ണേ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. ഒരു കാര്യം ചെയ്യ്, ഇനി ഇതുവഴി ഞാൻ കയറുന്നില്ല. അടുക്കള വാതിൽ വഴി കയറാം. അത് തുറന്നിട്ടേക്ക് വന്നോ? ആ അടുക്കള വാതിൽ തുറന്നിട്ടേക്കോ. അതുവഴി വാ.
ഞാൻ അടുക്കള വാതിക്കലെത്തി. അവിടെ എല്ലാം ക്ലിയർ അല്ലേ? ധൈര്യമായിട്ട് കയറിക്കോ, ഇവിടെ എല്ലാം ക്ലിയറാ. ഞാനിവിടെ നോക്കുന്നുണ്ട്. ഉറപ്പാന്നേ? ഉറപ്പാ. പിന്നെ കയറിയിട്ടേ അടുക്കള വാതിൽ നിന്നാൽ മതി കേട്ടോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഞാൻ കയറാൻ പോവാ. എടി മെഴ പിടിച്ചവളെ, നീ ആരുടെ എവിടെ നോക്കി ഇരിക്കുവാടി? എന്താ? നിന്റെ അമ്മാവ അടുക്കള പുറത്ത് വന്ന് എന്റെ മൂത്തയ്ക്ക് മൊത്തം തളിച്ചിട്ട് പോയി. എന്തുവാ? എവിടെ കൂടെ പോകണടാ? എന്തുവാന്ന്? മൂക്കളാ. ഇനി നീ അടിച്ച് നനച്ച് കുളിച്ചിട്ട് കയറി വന്നാ മതി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം എനിക്കൊന്ന് കുളിക്കണം. നിന്റെ അച്ഛൻ്റെ ഒരു ഷർട്ടും എനിക്ക് തന്നേക്കണം. ഓ തരാം, നീ എങ്ങനെയെങ്കിലും ഒന്ന് കയറി വാ ഇങ്ങോട്ട്. നീ ആദ്യം നിന്റെ വീട്ടിൽ മോട്ടർ ഓഫാക്ക്. വെള്ളം പോകുന്നു. വെള്ളം ആവൂലയോ? വേണ്ടേ? അതിന് മോട്ടർ ഇട്ടിട്ടില്ല. മോട്ടർ ഇട്ടിട്ടില്ലയോ? ഇതെന്തോ പെട്ടോ? പിടിച്ചാരെങ്കിലും? നാറിപ്പുഴുത്ത് ഞാൻ പോവാ. അയ്യോ പോവല്ലേ പ്ലീസ്, കഷ്ടമുണ്ട്. എടി ഞാൻ ഇനി വന്നിട്ട് കാര്യമൊന്നുമില്ല. എന്നെ തന്നെ എനിക്ക് പിടിക്കാതിരിക്കോ? എന്തൊരു നാറ്റോന്നറിയോ? അത് സാരമില്ല, ഞാൻ കുളിക്കാൻ സോപ്പും അച്ഛൻ്റെ ഷർട്ടും മുണ്ടും എല്ലാം തരാം. കഷ്ടമുണ്ട്, നീ പോവല്ലേ. ഒന്നിച്ച് ഒരുപാട് നേരം സംസാരിച്ചിരിക്കാൻ കൊതിച്ചു പോയടാ. ഓ, നീ അങ്ങനെ പറയല്ലേ, കൊതിപ്പിക്കുന്ന രീതി എന്നോട്. ഒരു കാര്യം ചെയ്യ്, രണ്ടാമത്തെ നിലയിലെ വാതിൽ തുറന്നിട്ട് ഞാൻ ഷെയ്ഡ് വഴി കയറി വരാം. അയ്യോ അത് തുറക്കാൻ പറ്റത്തില്ല. അതെന്താ? അത് തുറന്നാൽ കറന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും. എടി മൊണ്ണേ, നിന്റെ വീട്ടിലെ എല്ലാം പൂസാടേ. അതെനിക്ക് മനസ്സിലായി. ബ്രാൻഡ് വരെ എനിക്ക് കിട്ടി. അതുകൊണ്ട് പറയുക, തുറക്ക് നീ, ഞാൻ വരാം. അത് വേണോ? തുറക്കടി. നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. അയ്യാ, ഇതിനൊരു ഒഴുക്കില്ല. മേലെ മനത്ത് ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മനത്ത്. നിർത്തുവോ? എന്തൊരു ബഹളമാ ഇത്? മനുഷ്യനെ കിടത്തരുത്. ഞായറാഴ്ച ആണെങ്കിൽ പോലും തല പൊട്ടി പോവാ. നാശങ്ങള്. തുള്ളണമെങ്കിൽ പുറത്തു പോയി തുള്ളണം കേട്ടോ. മുത്തച്ഛന്മാർക്ക് കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ? ഞാൻ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ഇങ്ങോട്ടൊന്ന് കേറി വാ, ഒന്ന് അനങ്ങി വാ. ഇത് തന്നെ റൂം അറിയാത്തതുപോലെ. ടെൻഷൻ അടിച്ചിട്ട് മനുഷ്യന് വയ്യ. എങ്ങനെയുണ്ട്? നല്ല മണമുണ്ടോ? പിന്നെ നല്ല മണമുണ്ട്. മുമ്പേ ആയിരുന്നു നല്ല സൂപ്പർ മണം. വേറെ ആരുടെ അല്ല, നിന്റെ കുടുംബക്കാരുടെ തന്നെ മണമുണ്ട്. എൻ്റെ ആവശ്യമില്ല എൻ്റെ കുടുംബക്കാരെ പറയരുത്. വെളുപ്പ് കുടുംബമല്ലേ, അടിച്ച് പൂസായി കഴിഞ്ഞാൽ ടെറസിന്റെ മണ്ട കയറി മൂത്രം ഒഴിക്കുന്നത് നിന്റെ തന്ത. അതല്ലാതെ കണ്ട പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി മതിലും ചാടി വീട്ടിൽ കയറി അവരുടെ മുറിക്കാതിരിക്കുന്ന കുടുംബമല്ല എൻ്റെ കുടുംബം, നിങ്ങളുടെ കൂട്ടം. അയ്യോ, അതിനെക്കാട്ടി ബെസ്റ്റ് കുടുംബമല്ലേ നിന്നെ. വെളിയിക്കുന്ന ആണുങ്ങളെ വിളിച്ച് അകത്ത് കയറ്റുന്നത്. ആടാ, ഞാനിത് കേൾക്കണം. നിന്നെ വിളിച്ചു കയറ്റി ഞാനിത് കേൾക്കണം. ഞാൻ കേൾക്കണം. ഈ ഫോൺ വിളിക്കുമ്പോൾ 24 മണിക്കൂറും കാണണം എന്ന് പറഞ്ഞാൽ ഞാനിത് കേൾക്കണം. അവിടെ ഇപ്പോഴത്തേക്കങ്ങ് പിണങ്ങിയോ? എന്തിനു പിണങ്ങുന്നേ? നമ്മൾ വഴക്കുണ്ടാക്കാൻ വന്നേന്നു? അല്ല, ഓ, സംസാരിക്കാൻ വന്നേന്നു. സംസാരിക്കാൻ. എന്നാ പിന്നെ സംസാരിക്കേ. തുമ്മാതെ തുമ്മി തീർക്ക്.
തുമ്മൽ വന്ന 5 തുമ്മൽ കഴിഞ്ഞു. 5 തുമ്മൽ കഴിഞ്ഞു. ഞാൻ പേടിച്ചു പോയി. എന്തുവാണ് ഇത്? മോളെ എന്തൊരു ശബ്ദം കേട്ടെ? അമ്മേ, തുമ്മിയതാ അമ്മേ. വേറൊരു ശബ്ദമാണല്ലോ കേട്ടെ. ആ വേറെ തുമ്മ. ഞാൻ പല മോഡുലേഷനിലെ തുമ്മല് പ്രാക്ടീസ് ചെയ്തതാ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത അമ്മേ പനി അമ്മേ തീരെ സഹിക്കാൻ വയ്യ. ആ മരുന്ന് വല്ലതും വേണോ? വേണ്ട അമ്മേ, എന്റെ മരുന്നുണ്ട്. അല്ല എൻ്റെ ഒരു മരുന്നുണ്ടായിരുന്നേ. അയ്യോ വേണ്ട, അത് അമ്മ വെച്ചോ, അമ്മയ്ക്ക് ആവശ്യം വരും. എന്നൊന്ന് തുറന്നേ, ഞാനൊന്ന് നോക്കാം. അമ്മ ഞാൻ കിടക്കുവാ അമ്മേ, കിടക്കുവാ. ഞാൻ ഉറങ്ങുവാ. ഞാൻ ഉറങ്ങുവാ. ശരി. അമ്മ വിശ്വസിച്ച ലക്ഷണമാ. അമ്മ ഒരു പൊട്ടിയാ. നഗുമോ ഓ മുഗനലേ നീനാജാരി ജലസി നഗുമോ ഓ മുഗനലേ ജലസി നഗുമോ വരനി നഗുമോ. നാശം നിർത്തുന്നുണ്ടോ? ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത 3 എണ്ണം. കുറെ കൂച്ചണം, കൊട്ടണം, പാടണം, അത്രയല്ലേ ഉള്ളൂ. നമ്മളൊരു പെങ്കൊച്ചുള്ള കാര്യം ആർക്കെങ്കിലും ഒരു ബോധമുണ്ടോ? അവള് മേലിരിക്കില്ലേ? അത് ശരിയാ, അവിടെ റൂമിൽ ആരോ ഒരാളുണ്ട്. അതിനിപ്പോ അവളെ ഒറ്റയ്ക്കല്ലേ മിണ്ടിയും പറഞ്ഞു ഇരിക്കട്ടെ. എന്റെ മനുഷ്യ, എനിക്ക് നല്ല സംശയമുണ്ട്. ഞാൻ മേളിൽ പോയപ്പോ അവിടെ റൂമിൽ നിന്ന് ഒരു പുരുഷ ശബ്ദം കേട്ടു. ആന്ന്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ അവളുടെ റൂമിൽ ഇങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ ഇന്ന് അവനെ നമ്മൾ പൊക്കിയിരിക്കും. ഓക്കെ, പറയണേ. എന്നിട്ട് അവനെ ഇന്ന് നമ്മൾ പൊക്കും, ഇടിക്കും. നീ മുന്നോട്ട് പോ. അവന്റെ മുകളിൽ കൂടെ രക്ഷപ്പെടാൻ പാടില്ല. ഇവിടെ ഞങ്ങൾ എത്തും. ഞാൻ മേളിൽ കാണും, നോക്കിക്കോണേ. ജാവോ. ജലതിയിൽ നിന്നും ജലകണക്കെ ജലതിയിൽ നിന്നും മുങ്ങിപ്പൊങ്ങുന്നേ. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാനെന്താ ഊട്ടി വല്ലതും പോയോ വരാന്? ഇവിടെ തന്നെ ഉണ്ട് ഞാൻ. അതല്ല, അടുത്തോട്ട് നീങ്ങിയിരിക്കും. നീ ഒന്ന് എന്താ എങ്ങനെയാ കാര്യങ്ങള്? എനിക്ക് നല്ല ടെൻഷൻ ആവുന്നു കേട്ടോ. എന്നാ പിന്നെ ടെൻഷൻ മാറാനുള്ളൊരു വഴി ഞാൻ പറയട്ടെ. എന്താ? പോ അങ്ങോട്ടെ. മനുഷ്യരുടെ തൊണ്ടക്കുഴിയിൽ കൂടെ നല്ല ചൂടുവെള്ളം ഇറങ്ങുമോ ടെൻഷൻ അടിച്ചിട്ട്? അമ്മ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്തു വായിക്കും അറിയാമോ? നീ അല്ലേ പറഞ്ഞത് നിന്റെ അമ്മ പൊട്ടിയാന്ന്? അമ്മ പൊട്ടിയാ? അമ്മ പൊട്ടിയല്ല, പണ്ടേ അച്ഛനെ ഇതുപോലെ വിളിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴത് ഓർത്തത്. 10 വേണ്ടേ, എന്റെ സ്വഭാവം മാറും കേട്ടോ. എന്റെ അമ്മയും അച്ഛനും എല്ലാം പറഞ്ഞു കഴിഞ്ഞാ. എന്നാലേ നമുക്കൊരു കാര്യം ചെയ്താലോ? എന്തുവാ? ഇങ്ങോട്ട് വന്നേ. നമുക്ക് ഈ പ്ലാൻ ഇപ്പോഴത്തേക്ക് മാറ്റിയാലോ? കിലോമീറ്റർ ദൂരെ നടന്ന് ഞാൻ ഇവിടെ വന്നേ. രാവിലെ ഇതിനകത്ത് കേറിയ പാട് നിനക്കറിയാവോ? മൂത്രം കുടിച്ച ഞാൻ കയറിയ മൂത്രം. അയ്യോ, മൂത്രം നല്ലതാ ഒടിവിനും ചതവിനും ഒക്കെ. അത് കാളയുടെയും പശുവിന്റെ. സത്യവാ കാളയുടെയാ കുടിച്ചത്. വേണ്ടേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്റെ കുടുംബക്കാരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബമല്ലേ. ഞാൻ വേറെ സെറ്റ് ചെയ്ത് തരാന്ന്. ഇപ്പൊ എന്തോ ഞാൻ ചെയ്യണ്ടേ? ഇപ്പൊ വെളിയിൽ ഇറങ്ങി പോണം. ഞാൻ സിഗ്നൽ തരാം. രാവിലെ തന്ന സിഗ്നൽ എനിക്ക് തരല്ലേ? പോ. കഷ്ടപ്പെട്ട് വരികയും ചെയ്തു. ഒന്നിങ്ങോട്ടൊന്ന് വാ, കാലെ പിടിക്കാം. ഞാൻ വേറൊരു ദിവസം സെറ്റാക്കി തരാം കേട്ടോ. സെറ്റാക്കാവേ. അയ്യോ,
അയ്യോ അമ്മേ, അയ്യോ മോളെ, അമ്മ എന്താ ഇവിടെ? മോളെന്താ ഇവിടെ? ഞാനേ തുമ്മൽ വന്നിട്ടേ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് അയ്യോ ഇറങ്ങിയതാ അമ്മേ. ആണോ? ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ തണുപ്പടിച്ചു കഴിഞ്ഞാലേ തുമ്മല് കൂടത്തേ ഉള്ളന്നേ. ഇത് പുതിയ അല്ലേ, കാലം മാറിയല്ലോ, 2025 ആ ശരിയാ. എങ്കിലേ മോള് ചെന്ന് കിടന്നാട്ടെ. ആ അമ്മ ഇവിടെ തന്നെ നിൽക്കുവന്നോ? അമ്മയ്ക്ക് ഇന്ന് ഇവിടെ ഡ്യൂട്ടി. തുമ്മല് പോരെ 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 പോരെ, ആരുമില്ല. പോരെ പോരെന്ന് പറഞ്ഞാൽ നീ പോയി നോക്കടി, സിഗ്നൽ താടി എനിക്ക്. ഇവിടെ ആരുമില്ല, എല്ലാരും ഉറങ്ങി. ഞാൻ എങ്ങനെ വിശ്വസിക്കും എല്ലാവരും ഉറങ്ങി? നീ ഇങ്ങോട്ട് എന്ത് വൈദ്യുതി ലവ് ബേഴ്സോ? പോ പോയി നോക്ക്, സിഗ്നൽ താ എനിക്ക്. പോയി ഇറങ്ങി ഒന്നും വിളിച്ച് കയറ്റും ഇതുപോലെ എന്തിനു ഇവിടെ? മാഷേ നാളെ എക്സാമാ. സ്വത്തായിട്ട് ഒന്നും പഠിക്കാനും പറ്റത്തില്ല. രാവിലെ തൊട്ട് ഇവിടെ തുടങ്ങിയതാ. ഇനി ഇവിടെ ശബ്ദം കേട്ടാലാ എന്റെ സ്വഭാവം അറിയാമല്ലോ. ആ ഇതാ ഈ പാക്കാന്ത. ഈ പാട്ടാന്താ? അയ്യോ എന്റെ അച്ഛൻ. അച്ഛാ, അച്ഛന്റെ പൊന്നുമോള് വാ. നിന്നോട് കാലുത്തുന്ന് പറഞ്ഞില്ലോടാ. മോള് ചെന്നെ പോയിരുന്ന് പഠിച്ചോ. എനിക്ക് എന്റെ കൊച്ചിനെയും ഭാര്യയും കാണണ്ടേ? എടാ എടാ, നിനക്ക് നിന്റെ ഭാര്യയും പെണ്ണുമുള്ളയും കാണണമെങ്കിൽ നീ നിന്റെ വീട്ടിൽ കൊണ്ടു നിർത്തി കാണണം. അല്ലാതെ പിണങ്ങി മാറിയിരിക്കുന്ന അവിടെ വീട്ടിൽ വന്ന് ഒളിച്ചും പാത്തും കാണുന്നതല്ല മാന്യത. അതെങ്ങനെയാ? വീട്ടിൽ നിൽക്കുമ്പോ നിങ്ങൾ ആരും സമ്മതിക്കത്തില്ല ഞങ്ങൾ ഒന്നിച്ച് താമസിക്കാൻ. ഓഹോ, ഞങ്ങളായ കുറ്റക്കാര്. എടി 5 വർഷത്തിനിടയ്ക്ക് എത്ര ഒത്തുതീർപ്പാണ് രണ്ടിന്റെ? ഞാൻ എണ്ണിയിട്ടില്ല. എണ്ണിട്ടില്ല. നീ 2 എണ്ണി കാണത്തില്ല, പക്ഷെ നാട്ടുകാർ എണ്ണുന്നുണ്ട്. നീ 2 കാരണം ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഈ നാട്ടിൽ തല ഉയർത്തി പിടിച്ച് അടക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? എത്ര വട്ടം പിരിഞ്ഞളിയാ? 25 വട്ടം. അങ്ങനെ ഈ സൂക്കേടിന്റെ പേര് വേറെയാ. കല്യാണം കഴിക്കും, എന്നിട്ട് അടിച്ചു പിരിയും, എന്നിട്ട് ഒളിച്ചും പാത്തും കാണുക. നിനക്ക് 2 വട്ടം ഉണ്ടല്ലോ. ലാസ്റ്റ് വാണിങ് ഞങ്ങൾ തരുന്നത്. എടാ ജീവിക്കാൻ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ. നിനക്ക് എന്താ പ്രശ്നം അറിയാം? നിനക്കൊക്കെ എടാ നിനക്കൊന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വയ്യ. ഒരു കാര്യം ഞാൻ പറയാം, രണ്ടോട് ഒരുമിച്ച് ജീവിക്കാനാ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് മേലോട്ട് പൊക്കോണം. എന്നിട്ട് നാളെ രാവിലെ എവളെയും കൊച്ചിനെയും കൊണ്ട് നീ നിന്റെ വീട്ടിൽ പൊക്കോണം. ഇനി നിങ്ങൾ തമ്മിൽ പിണങ്ങിയ നീ എവളെ ജന്മത്ത് കാണത്തില്ല. ഞങ്ങളാ പറയുന്നത്, കേട്ടല്ലോ? വാ നമുക്ക് മേപ്പോട്ടോ. ഓ, നീ എങ്കിലും 2 നന്നായാ മതിയായിരുന്നു. അളിയൊന്നും പറയല്ലേ അളിയാ? ഒരു വാറ്റോട് ഇരിപ്പുണ്ട്, അതുകൂടെ എടുത്താൽ ആരായ തറ വേണം, അടുത്തൊരമ്പലം വേണം. ഇത്ര നേരമായിട്ടും കുഴപ്പമൊന്നുമില്ലെന്നാ തോന്നുന്നേ. എന്താ ആ ഒരു സന്തോഷത്തിന് പൊട്ടിക്കളെ അടുത്ത കുപ്പി. ഉള്ളോ? ഇല്ല ഇത് നിന്റെ അച്ഛനും കുടുംബക്കാരും ലോകം ഉടായിപ്പാണ്. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു, കണ്ടിലൂടെ താഴെ പട്ടിയെ തന്നെ പോലെ തല്ലിയത്. ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞതല്ലോ താൻ